പെട്ടെന്ന് ആദ്യം അമ്മ വെക്കണ്ടോ. ഇപ്പം മിഠായി മേടിച്ച് വന്നല്ലേ ഉള്ളൂടാ. മക്കളെ സുഖമൊക്കെ തന്നെ. കുട്ടികൾ പെട്ടിരിക്കുന്ന തോന്നണേ. പാവം കുട്ടിക്ക് കെട്ടയച്ചിട്ടോട്ടെ. കഴിച്ചുവിടാനാ. ഞാൻ ഇന്നലെ ഒന്നും അന്വേഷിച്ചോക്കിയപ്പോ ഇവരുടെ അച്ഛനമ്മയൊക്കെ വലിയ ബിസിനസ് മാനുകളാണ്. അതെ, നിങ്ങൾ നമ്മുടെ ഓരോ പലിശ നിങ്ങളുടെ അപ്പനമ്മയെ വിളിച്ചിട്ട് കരയണം. ഞങ്ങൾക്ക് കാശുണ്ടാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കുതൂല. ഇവന്റെ ഇരിപ്പൊക്കെ പിള്ളേർ ഇഷ്ടമുള്ളവനെ പിന്നെ എന്തിനാണ് പിള്ളേർ പിടുത്തക്കാരനായത്? അതൊക്കെ കെട്ടിയിടും. ഞങ്ങൾക്ക് കുറച്ച് അറേഞ്ച്മെന്റും കരാറൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തന്നെ നിങ്ങൾ ഇടുന്നുള്ളൂ. ചില ആൾക്കാർ ഇതൊരു ശീലമാക്കി എടുത്തു. ആ ശീലത്തിന് നമ്മളിപ്പോ വിളിക്കുന്നതാണ് കിഡ്നാപ്പ്. ആരുടെ കെട്ട് കെട്ടിയേ? ഞാനാ അവന്മാർക്ക് വേദനയെടുക്കണ്ടെന്ന് വെച്ച് കുറച്ച് ദിവസമായിട്ടായിരുന്നു. പിള്ളേരെ പിടുത്തക്കാരനാണെങ്കിൽ അങ്ങ് നിങ്ങളെ പിടിച്ചിരിക്കും, കാശ് അങ്ങ് എടുത്തിരിക്കും. ആറാം തമ്പുരാണ്. എന്തെങ്കിലും ആടി തിന്നണമല്ലേ? അതൊക്കെ പിള്ളേർക്ക് എങ്ങനെ അറിയണം? അതൊക്കെ എല്ലാം ചെയ്തു പറഞ്ഞിട്ട് അഭ്യാസം നടക്കണ്ട. ഇരിച്ച് ഞാൻ പല്ല് നരച്ചിടും. മക്കളെ, ഇത് നിങ്ങൾ അച്ഛനോട് പറയുവോ? പോയി പറയരുത്. ഏപ്രിൽ ഫൂൾ പ്രാങ്ക് ആണത്. അല്ല, അത് നമുക്ക് പറയണ്ട. എന്നാലും പ്രാങ്ക് ആണിത്. ഇത് സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ ഇലക്ട്രിക് കാർ അല്ല ഒന്നുമില്ല. നിങ്ങൾ പോയിക്കോ, വീട്ടിൽ പോയിക്കോ. വീടിന്റെ വഴി അറിയോ? അത് ഞങ്ങൾ കൊണ്ടാക്കി ക്ഷീണാവും വഴിയിട്ട്. മക്കളെ, ഞങ്ങളെ കണ്ട് വഴി തെറ്റരുത്. ഓടിപ്പോ. അവരെ കൊണ്ടേ വിട്ടാ ഇട്ട്. ഇനി അവരുടെ അച്ഛനമ്മ എന്തെങ്കിലും പറയോ? നമസ്കാരം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത: 2 പിള്ളേർ പിടുത്തക്കാരൻ അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റാവാൻ കാരണം തട്ടിക്കൊണ്ടുപോയ പിള്ളേർ തന്നെയാണ്. ആ പിള്ളേർ അവരെ ഭീഷണിപ്പെടുത്തി അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നിട്ട് സ്വന്തം അച്ഛനോട് കംപ്ലൈന്റിലൂടെയാണ് ആ പിള്ളേർ രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് കുറച്ച് അറിയാൻ സാധിക്കുന്നില്ല. പോലീസ് പിള്ളേരെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്.